നീലകണ്ഠൻ നായനാർ ഒരു ഗൃഹസ്ഥനും ശിവഭക്തനുമായിരുന്നു. ഭാര്യയോടൊപ്പം സാധാരണ ജീവിതം നയിച്ചിരുന്നുവെങ്കിലും അദ്ദേഹത്തിൻ്റെ മനസ്സ് മുഴുവൻ ശിവഭക്തിയിലായിരുന്നു. ഒരിക്കൽ യുവാവായിരുന്ന നീലകണ്ഠൻ ഒരു അന്യ സ്ത്രീയുടെ ചങ്ങാത്തത്തിൽ അകപ്പെട്ടു. ഇതറിഞ്ഞ് അദ്ദേഹത്തിൻ്റെ പത്നി അതീവ ദുഃഖിതയായി. എങ്കിലും ഭർത്താവിനെ ഉപേക്ഷിച്ചില്ല. പക്ഷേ ഒരിക്കൽ അദ്ദേഹം അവളെ സ്പർശിക്കാൻ വന്നപ്പോൾ പത്നി പറഞ്ഞു, നമ്മുടെ നീലകണ്ഠനാണ് സത്യം, ഇനി നിങ്ങൾ എന്നെ തുടരുത്. ഭഗവാന്റെ പേര് പറഞ്ഞ് പത്നി സത്യം ചെയ്തതുകൊണ്ട് ആ നിമിഷം മുതൽ നീലകണ്ഠൻ പത്നിയെ സ്പർശിക്കുകയില്ലെന്ന് തീരുമാനിച്ചു. അവർ ഒരേ വീട്ടിൽ കഴിഞ്ഞുവെങ്കിലും പൂർണ്ണമായി ബ്രഹ്മചര്യം പാലിച്ചു. ഈ രഹസ്യം പുറലോകം അറിഞ്ഞതുമില്ല. കാലങ്ങൾ കടന്നുപോയി. ഇരുവരും വൃദ്ധരായി. ഇവരുടെ ഭക്തി ലോകത്തെ അറിയിക്കാൻ ഭഗവാൻ ശിവൻ ഒരു സന്യാസിയുടെ വേഷത്തിൽ അവരുടെ അരികിലെത്തി. സന്യാസി ഒരു തിരുവോട് നീലകണ്ഠനെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, ഇതൊരു സാധാരണ പാത്രമല്ലെന്നും അമൂല്യമാണെന്നും ഞാൻ മടങ്ങി വരുന്നതുവരെ ഇത് സൂക്ഷിച്ചു വയ്ക്കണമെന്നും നീലകണ്ഠനോട് പറഞ്ഞു. കുറേ നാളുകൾ കഴിഞ്ഞ് സന്യാസി തിരിച്ചെത്തി. പാത്രം ചോദിച്ചു. എന്നാൽ ഭഗവാന്റെ മായയാൽ ആ പാത്രം അവിടെ നിന്ന് അപ്രത്യക്ഷമായിരുന്നു. നീലകണ്ഠൻ പകരം പുതിയ പാത്രങ്ങൾ നൽകാൻ തയ്യാറായെങ്കിലും സന്യാസി സമ്മതിച്ചില്ല. താൻ കള്ളനല്ലെന്ന് തെളിയിക്കാൻ നീലകണ്ഠൻ കുളത്തിലിറങ്ങി പത്നിയുടെ കൈ പിടിച്ച് സത്യം ചെയ്യണമെന്ന് സന്യാസി ആവശ്യപ്പെട്ടു. പത്നിയെ തൊടില്ലെന്ന വ്രതത്തിലായിരുന്ന നീലകണ്ഠൻ ഒരു വടിയുടെ രണ്ടറ്റത്തും ഇരുവരും പിടിച്ച് കുളത്തിലിറങ്ങാൻ ശ്രമിച്ചു. എന്നാൽ സന്യാസി സമ്മതിച്ചില്ല. ഒടുവിൽ ഗത്യന്തരമില്ലാതെ തങ്ങളുടെ വ്രതത്തെക്കുറിച്ച് നീലകണ്ഠൻ പരസ്യമായി പറഞ്ഞു. പത്നിയുടെ കൈപിടിച്ച് അദ്ദേഹം കുളത്തിൽ മുങ്ങി നിവർന്നു. അത്ഭുതമെന്ന് പറയട്ടെ, കുളത്തിൽ നിന്നു കയറി വന്ന ദമ്പതികൾ വീണ്ടും യുവാക്കളായി മാറി. ആകാശത്തു നിന്നും പൂമഴ പെയ്തു. സന്യാസി വേഷം മാറി ശിവഭഗവാനായി അവർക്ക് ദർശനം നൽകി. പത്നിയോടുള്ള വാക്ക് പാലിക്കാൻ കാണിച്ച ആത്മനിയന്ത്രണവും ഭക്തിയും കൊണ്ടാണ് ഭഗവാൻ അവരെ അനുഗ്രഹിച്ചത്. 63 നായന്മാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളായിരുന്നു നീലകണ്ഠൻ നായനാർ. ഇന്നും ഇദ്ദേഹത്തെ ആരാധിക്കുന്നു.